ഹായ്, നമസ്കാരം കൂട്ടുകാരെ. നിറക്കുടുക്കയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മനോഹരമായ ഒരു ചെറിയ കഥ പറയാം. കഥയുടെ പേര് ആമയും മുയലും. ഒരു കാട്ടിൽ ഒരു മുയലും ഒരു ആമയും ജീവിച്ചിരുന്നു. മുയൽ വളരെ വേഗത്തിൽ ഓടും. തന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്ന അഭിമാനത്തിനൊപ്പം അല്പ അഹങ്കാരവും അവനുണ്ടായിരുന്നു. ആമയെ നോക്കി അവൻ ഒരിക്കൽ പറഞ്ഞു, "ഓ, നിനക്കിങ്ങനെ ഇഴഞ്ഞ് നടക്കാനല്ലേ സാധിക്കൂ? എന്നെപ്പോലെ ഓടാൻ സാധിക്കുമോ?" അപ്പോൾ ആമ വളരെ ശാന്തമായി പറഞ്ഞു, "എങ്കിൽ നമുക്കൊരു ഓട്ടമത്സരം നടത്തിയാലോ?" "എന്നോടാണോ ഇത് പറഞ്ഞത്? എനിക്കിത് എത്ര നിസ്സാരം" എന്ന മട്ടിൽ ഒരു പുച്ഛം കലർന്ന ചിരിയോടെ മുയൽ സമ്മതം മൂളി. അങ്ങനെ മത്സരം തുടങ്ങി. മുയൽ വളരെ വേഗത്തിൽ ഓടി മുന്നിലെത്തി. ആമയാണെങ്കിൽ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോയി. കുറച്ചു ദൂരം ഓടിയപ്പോൾ മുയൽ വിചാരിച്ചു, ആമ ഇഴഞ്ഞിഴഞ്ഞെത്താൻ ഇനി വളരെ സമയമെടുക്കും. ആ സമയം കൊണ്ട് എനിക്കൊന്ന് വിശ്രമിക്കാം. ഒരു മരച്ചുവട്ടിൽ കിടന്ന് മുയൽ ഉറക്കം തുടങ്ങി. ആമയോ എങ്ങും നിൽക്കാതെ തന്നാൽ കഴിയും വിധം ലക്ഷ്യസ്ഥാനത്തേക്കെത്താൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. അവസാനം എന്ത് സംഭവിച്ചു? ആമ വിചാരിച്ചതുപോലെ ആമ തന്നെ ലക്ഷ്യസ്ഥാനത്ത് ആദ്യം എത്തിച്ചേർന്നു. മുയൽ ഉണർന്നു. നോക്കുമ്പോൾ ആമ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു. വലിയ ഓട്ടക്കാരനായ മുയൽ തോൽക്കുകയും ചെയ്തു. ഈ കഥ നല്ലൊരറിവ് അഥവാ ഗുണപാഠം നമുക്ക് നൽകുന്നുണ്ട്, അല്ലേ കൂട്ടുകാരെ? ആത്മവിശ്വാസവും എന്തും നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും വിജയിക്കാനാവും. അതല്ലേ ഈ കഥ നമ്മെ പഠിപ്പിച്ചത്? അത്തരമൊരു മനസ്സ് ആമയ്ക്കുണ്ടായിരുന്നു. പക്ഷെ മുയലിനോ എന്നെ കവിഞ്ഞൊരോട്ടക്കാരനില്ല എന്ന അഹങ്കാരവും. നമ്മുടെ മനസ്സെപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാം, അല്ലേ? പറയാറില്ലേ, ബി പോസിറ്റീവ്. അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണാം.